الله وبركاته. طلابي الأعزاء، نحن الآن في الفصل الثاني من مسرحية الملك أوديب لتوفيق الحكيم، وقد درسنا الفصل الأول وما موقف أوديب من كريون، وكذلك من الكاهن الكبير والكاهن الترسياس. وهنا يقف الملك أوديب وكذلك كريون وكذلك الكاهن الكبير. أما الملك أوديب وهو يتهم كريون والكاهن الكبير في المؤامرة في قتل لايوس. أما كريون والكاهن الكبير وهما يعرفان أن الملك أوديب هو الذي قتل أوديب أو الملك لايوس، ومن هنا نتعارف من موقفهما من الحقيقة في من قتل الملك لايوس. وإليكم النص. ساحة، وهنا هذا المنظر ساحة أمام القصر، جوقة الشعب محتشدة، وقف منها أوديب والكاهن وكريون موقف الماسلين بين أيدي الله. സാഹത്ത് അമാമൽ ഖസർ, കൊട്ടാരത്തിന്റെ തെരുവിലാണ്, കൊട്ടാരത്തിന്റെ മുമ്പിലാണ് ജനങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളത്. കൊട്ടാര മുറ്റത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ജൗക്കത്തു ഷാബ് മുഹ്തഷിദ, ഇപ്പൊ സീൻ എവിടെയുള്ളത്? ഇപ്പൊ കൊട്ടാര മുറ്റത്താണ്. ഇത് ഇദ്ദേഹത്തിന്റെ ഈ നാടകങ്ങളിലുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു വിധി പറയുന്നത് കൊട്ടാരത്തിന്റെ ഉള്ളില്, അല്ലെങ്കിൽ ജഡ്ജ് കോടതിക്കുള്ളിൽ വിധി പറയുന്നതിനപ്പുറത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് മലിക് ഔദീബിന്റെ രീതി. അപ്പോൾ അതിലേക്കുള്ള ഈ നാടകങ്ങൾ ഉണ്ടാക്കിയ സോഫോക്ലീസിന്റെ ഒരു രീതി അതാണ്. അതായത് തീരുമാനങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് തീരുമാനം ഉണ്ടാകണം. അതാണ് ഇവിടുത്തെ ഒരു കാര്യം കൂടെ. മലിക് ഔദീബ് ലായൂസിന് പകരം ജനങ്ങളിൽ നിന്ന് തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഔദീബ് വന്നതാണ് ഇവിടുത്തെ ചർച്ചയും. അപ്പൊ ഇവിടെ ഔദീബ് തന്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം. അപ്പൊ ജനങ്ങൾ അവിടെ ജൗക്കത്തു ഷാബ്, ജൗക്ക എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം ജനങ്ങൾ, ജൗക്കത്തു ഷാബ് മുഹ്തഷിദ, ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വഖഫ മിൻഹ ഔദീബ് വൽ കാഹിൻ വക്രിയോൻ, ഇവര് മൂന്ന് പേരോടുണ്ട്. മൗഖിഫുൽ മാസിലിന ബൈന ഐദി ഖലാ, വിധിയുടെ കരങ്ങൾക്കുള്ളിൽ ആകപ്പെട്ട ആൾക്കാരെ പോലെ ഈ മൂന്ന് പേരും അവിടെ നിലകൊള്ളുകയാണ്. ഔദീബ് യാ അഹ്ല ത്വയ്ബ, ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, യാ അഹ്ല ത്വയ്ബ ഇന്നകും അൽആൻ അമാമ ജരീമത്തിൻ ളിദ്ദ ശഖ്സി വഅർശി اقترفها هذان المتآمران، ولقد قضيت فيها بالحكم الذي أراه عادلا، ولكني لن أنفذ حكمي حتى أقوم بتحقيق جرمهما في حضوركم، فأنا لا أحب أن يعميني الغضب عن الحق، سأكشف لكم عن وجه الحقيقة بيدي الآن، لتبصروا المجرم سافرا، لتبصروا بالمجرم سافرا. യാ അഹ്ല ത്വയ്ബ, ത്വയ്ബയിലെ ജനങ്ങളെ, ഇന്നക്കും അൽആൻ അമാമ ജരീമത്തിൻ ളിദ്ദ ശഖ്സി വഅർശി, എന്റെ വ്യക്തിത്വത്തിനും എന്റെ അധികാരത്തിനും എതിരെ ഉള്ള ഒരു മഹാകുറ്റത്തിന്, മഹാപാതകത്തിന് മുമ്പിലാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദാനിൽ മുത്തഹാമറാനി, ഈ രണ്ട് ഗൂഢാലോചകരാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ വലിയൊരു പാപത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വലഖദ് ഖളൈതു ഫീഹാ ബിൽ ഹുക്മില്ലദി അറാഹു ആദില, എനിക്ക് നീതിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ കൊണ്ട് ഞാൻ അവർക്കെതിരെ വിധിച്ചിട്ടുണ്ട്. വലാകിന്നി ലൻ അൻഫുദൽ ഹുക്മി അൽആൻ, പക്ഷെ ഞാൻ എന്റെ തീരുമാനം, എന്റെ ഹുക്മ് ഞാൻ ഇവിടെ നടപ്പിലാക്കുന്നില്ല. ഹത്താ അഖൂമ ബിതഹ്ഖീഖി ജർമിഹിമാ ഫീ ഹുദൂരിക്കും, അവരുടെ പാപങ്ങൾ, അവരുടെ ക്രൈം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടല്ലാതെ ഞാൻ അവർക്കെതിരെയുള്ള എന്റെ ഹുക്മ് നടപ്പിലാക്കുകയില്ല. فأنا لا أحب أن يعميني الغضب عن الحق, യാഥാർത്ഥ്യത്തിൽ നിന്ന് ദേഷ്യം എന്നെ അന്ധകനാക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് എനിക്കെതിരെ അവർ ചെയ്ത ആ കൊടും പാതകം, അതിലെനിക്ക് അവരോട് ദേഷ്യമുണ്ടെങ്കിലും ഹക്ക്, നീതിയിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അനീതി പ്രവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. സാക്ഷിഫുലക്കും അൻ വജിൽ ഹഖീഖതി ബിയദി അൽആൻ, ഈ യാഥാർത്ഥ്യം, ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളും എനിക്കെതിരെ അവർ നടത്തിയിട്ട ഗൂഢാലോചനകളും ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് തന്നെ ആ
യാഥാർത്ഥ്യത്തിന്റെ മുഖം ഞാൻ ഇവിടെ വ്യക്തമാക്കും. ലിതുബ്സിറു അൽ മുജ്രിമ സാഫിറ, ആരാണ് കുറ്റവാളി എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ. അൽ ജൗക്ക, ജോക്ക പറയണം, മൻ കാന യظن യാ ഔദീബ് അന്ന ക്രയോൺ വ കബീറുൽ കഹനതി യതആമറാനി അലൈക്, ആർക്കറിയാം ഔദീബെ, ഇവർ രണ്ടുപേരും നിനക്കെതിരെ ഗൂഢാലോചന നടത്തുമെന്ന് ആര് കണ്ടു, ഞങ്ങൾ ആര് ഭാവിച്ചു. ഔദീബ്, അൻത ഫീ സദാജതിക അയ്യുഹ ശഅബ് ലാ തറാ മാ യുൻസജു ഫിൽ അലാമി, എന്റെ സമൂഹമേ, നിങ്ങൾ എന്താണ് നിരപരാധികളാണ്, നിങ്ങൾ ഇന്നസെൻസ് ആണ്. അൻത ഫീ സദാജതിക അയ്യുഹ ശഅബ്, നിരപരാധികളായ എന്റെ സമൂഹമേ, ലാ തറാ മാ യുൻസജു ഫിൽ അലാമി, ഇരുട്ടിൽ ഇവിടെ കൂർക്കപ്പെടുന്നത്, അതായത് ഇരുളിന്റെ മറവിൽ ഇവരിവിടെ നെയ്തെടുക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, അവരുടെ ഗൂഢാലോചനകളെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. വലാകിന്നി അസ്സാഅ മുമസ്സിഖുൻ ലക സിതാർ, ഞാൻ ഇപ്പോ നിങ്ങൾക്ക് ആ മറകളെല്ലാം, ആ കർട്ടനുകളെല്ലാം നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ലതറാ ഫിന്നൂരി തിൽക്കൽ ഐദിൽ അസീമ, നിങ്ങൾക്ക് ആ പാപപങ്കിലമായ കരങ്ങളെ നിങ്ങൾക്ക് ഈ പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാം. അല്ലത്തി അറാദത അൻ തൽതഖ അർശക ബിൽ ഇസ്മി വദ്ദമി, നിങ്ങളുടെ ഈ അധികാരത്തിനെ പാപപങ്കിലമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ രക്തപങ്കിലവുമാക്കിക്കൊണ്ട്, രക്തം ഒലിപ്പിക്കപ്പെട്ടതായിട്ട്, അതായത് രക്തം പുരണ്ടതാക്കി നിങ്ങളുടെ ഈ അർശിനെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ രണ്ട് കരങ്ങളെ ഞാൻ എന്റെ കരങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതാ വെളിവാക്കി തരുന്നു. ഞങ്ങളുടെ രാജാവേ, നിന്റെ ഒരു രോമത്തിനെ പോലും തൊടുന്നവർക്ക് നാശം. ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല, നീയാണ് ഞങ്ങളുടെ ധീരനെന്ന്. അല്ലദീ അൻഖദനാ മിൻ അബിൽ ഹൗല്, നീയാണ് ഞങ്ങൾ അബിൽ ഹൗലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ഒരു കാരുണ്യവും കൂടാതെ നിന്റെ ശത്രുക്കൾക്കെതിരെ നീ പൊരുതുക, അവരെ നീ അടിക്കുക, അവർക്ക് വേണ്ട ശിക്ഷ നീ നൽകുക. വനഹ്നു മഅക്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. അൽ കാഹിൻ, മാ അബ്റഅക യാ ഔദീബ് ഫീ തഗ്ലീബി ശഅബി അലൈനാ, നീ എന്തൊരു കുതന്ത്രത്തിലൂടെയാണ് ജനങ്ങളെ ഞങ്ങൾക്കെതിരെ നീ തിരിക്കുന്നത്. വസജ്ജക ബിനാ ഫീ മൗഖിഫിൽ മുജ്രിമീൻ, നീ ഞങ്ങളെ കുറ്റവാളികളെ പോലെയാണല്ലോ നീ ഞങ്ങളോട് പെരുമാറുന്നത്. വലൈസ ലനാ മിൻ ജറമിൻ ഇല്ലാ ഇഖ്ബാറക ബിമാ ഔഹത് ബിഹി സമാഉ മിൻ അംരിൻ, ഞങ്ങൾ ചെയ്തൊരു കുറ്റം എന്ന് പറയുന്നത് ആ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ വഹിയ് ഞങ്ങൾ നിന്നെ അറിയിച്ചു എന്നതല്ലാതെ മറ്റൊരു കുറ്റവും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. വലൈസ ലനാ മിൻ ജറമിൻ, ഞങ്ങൾക്കൊരു കുറ്റവുമില്ല. ഇല്ലാ ഇഖ്ബാറക ബിമാ ഔഹത് ബിഹി സമാഉ മിൻ അംരിൻ, ഈ ദൈവം അല്ലെങ്കിൽ വഹിയുടെ അറിയിച്ച കാര്യങ്ങൾ ഞങ്ങൾ നിന്നെ അറിയിച്ചു എന്നതല്ലാതെ വേറെ കുറ്റവും ഞങ്ങൾക്കില്ല. ഈ ത്വയ്ബയിൽ നിന്ന് ഈ പ്ലാഗ് രോഗം നാട്ടിൽ നിന്ന് നീങ്ങാൻ വേണ്ടി അതിനുള്ള ഒരു മറുമരുന്നായിട്ട് ദൈവം അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള വഹി നിന്നെ അറിയിച്ചു എന്നല്ലാതെ മറ്റൊരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ലക്ഷണം കെട്ട കാഹിനെ, ഇപ്പോഴും നീ ആ ഗൂഢാലോചന, ഇപ്പോഴും നീ ദൈവത്തിൽ നിന്നുള്ള വഹി, ദിവ്യ സന്ദേശം എന്ന പേരിലാണ് വിളിക്കുന്നത്. ഔദീബ് ദേഷ്യപ്പെടല്ലേ. നീയാണ് ഇപ്പോൾ പറഞ്ഞത്, നീതിയെ തൊട്ട് നിന്നെ ഗോപ്യനാക്കരുത്, നിന്നെ ഗോപ്യനാക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ല, അതായത് അനീതി പ്രവർത്തിക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ ദേഷ്യം നീ നീതിയിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്നതിൽ അല്ലെങ്കിൽ നിന്നെ അന്ധനാക്കുന്നതിൽ നീ ഉദ്ദേശിക്കുന്നില്ല, അതായത് അനീതി പ്രവർത്തിക്കാൻ നീ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കുറച്ചു മുമ്പല്ലേ നീ പറഞ്ഞത്. അതുകൊണ്ട് തംസിക് ബിൽ ഹിൽമി, അതുകൊണ്ട് സഹനത്തെ പിടിക്കുക. വതവസ്സൽ ബിൽ അനാദീൻ, സാവധാനം നീ തേടുക. നീ നേരത്തെ പറഞ്ഞ ആ അന്വേഷണം നീ തുടരുക. ആ അന്വേഷണത്തിൽ നീ വളരെ പെട്ടെന്ന് നടപ്പിലാക്കുക. കാരണം ഈ സമൂഹം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരവരുടെ ശ്രദ്ധ തിരിച്ചുവിടാത്ത രീതിയിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് ഇനി ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഔദീബിൽ ജോക്ക, അപ്പൊ ജോക്കയോട് ജനങ്ങളോട് അയാൾ നേരിട്ട് പറഞ്ഞു, അതറാഹക്കൻ അയ്യുഹ ശഅബ് അന്നി അശ്ഗലുക ബിഹാദ തഅതീകി അമ്മാ അൻത ഫീഹി മിൻ ശഖാൻ. അതറാഹക്കൻ അയ്യുഹ ശഅബ്,
സമൂഹമേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എന്താ അഭിപ്രായം? അന്നി അശ്ഗലുക ബിഹാദ തഹ്ഖീഖി അമ്മാ അൻത ഫീഹി മിൻ ഷഖാഇൻ. നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രയാസത്തിൽ നിന്ന് എന്റെ ഈ അന്വേഷണത്തിലൂടെ നിങ്ങളെ ഞാൻ വ്യാപൃതരാക്കുന്നു. അതായത് നിങ്ങൾ അകപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ എന്താക്കുന്നു? നിങ്ങൾ അകപ്പെട്ട പ്രശ്നം, അതായത് ഈ വിപത്ത്, ഈ പ്ലാഗ്, അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള കളിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജോക്കാം. നിങ്ങൾ തുടങ്ങി വെച്ച ആ കാര്യം നിങ്ങൾ നടപ്പിലാക്കുക. വക്ഷിഫിസിത്താർ, ഈ കർട്ടനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക, മറയെ നിങ്ങൾ നീക്കുക. ഫനഹ്നു മുശവ്വഖൂന ഇലാ റുയതി മാ വറാഅഹു മിൻ ഉമൂരിൻ. ആ കർട്ടന് പിറകിലുള്ള കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഔദീബ് റഅയ്ത അയ്യുഹൽ കാഇൻ അല്ലാസിം കൈഫ താശ സഹ്മുക് തിൽക ഹിയ ഇറാദാത്തു ശഅബ്. റഅയ്ത അയ്യുഹൽ കാഇൻ അല്ലാസിം, കുറ്റവാളിയായ കാഹിനെ ഇപ്പൊ നീ കണ്ടില്ലേ? കൈഫ താശ സഹ്മുക്, നിങ്ങളുടെ അമ്പുകളെല്ലാം തിരിച്ചു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? തിൽക ഹിയ ഇറാദത്തു ശഅബ്, അതാണ് സമൂഹം ഉദ്ദേശിച്ചാൽ അതാണ് നടക്കുക. അൽ കാഹിൻ യാ ലഹു മിൻ സാദിജിൻ ഹഖ, എന്തൊരു നിഷ്കളങ്കരായ സമൂഹം. ഹാദ ശഅബ്, അതെ ഈ സമൂഹം. നാം ഹാദ ശഅബ്, ഈ സമൂഹം വളരെ നിഷ്കളങ്കരാണ്. അല്ലദീ യുത്അമു ബിൽ ഖയാലി ലാ ബിൽ ഹഖായിഖി, കാരണം ഈ സമൂഹം ഊഹങ്ങളുടെ മേലിലാണ് ജീവിക്കുന്നത്. ലാ ബിൽ ഹഖായിഖി, യാഥാർത്ഥ്യങ്ങളിലൂടെയല്ല. ലഖദ് നസിയ തഅഊൻ അല്ലദീ യഫ്തഖു ബിഹി, ഈ സമൂഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്ലാഗിനെ അവർ മറന്നു. വനസിയ അന്നക ലം തജിദ് ഇലാജൻ ലിഇൻഖാദിഹി, ആ പ്ലാഗിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് അവർക്ക് അതിനുള്ള ചികിത്സ നൽകാൻ നിനക്ക് കഴിയില്ല എന്നും അവർ മറന്നുപോയി. വനസിയ വഹിയ സമായി, ദിവ്യ സന്ദേശം അവർ മറന്നു. അല്ലദീ കാന യൻതളിറു മജീഉഹു, ആ ദിവ്യ സന്ദേശം വരാൻ അവർ പ്രതീക്ഷിച്ചിരുന്നിരുന്നു. ആ ദിവ്യ സന്ദേശത്തെ പോലും അവർ മറന്നു. വലം യുദ്കിർ ഇല്ലാ ഷൗഖഹു ഇല്ലാ റുയത്തിൻ ഔഹാമിൻ, ചില ഊഹങ്ങളെ കാണാൻ മാത്രമാണ് ഇപ്പോൾ അവരുടെ ആഗ്രഹം. ലഹു അന്നക റാഫിഉൻ അന്നസിതാർ, ആ ഊഹങ്ങളിൽ നിന്ന് ഊഹങ്ങളുടെ മറ നീ പൊളിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന, നീ പറയുന്ന കുറെ കാര്യങ്ങളിൽ അവരകപ്പെട്ടു എന്നല്ലാതെ അവരകപ്പെട്ടിട്ടുള്ള ഈ പ്ലാഗിൽ നിന്നും അവരുടെ പ്രതീക്ഷകളിൽ നിന്നും ഒക്കെ എന്താവാണ്, അവർ മറന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കാഹിന്. ഈ സമൂഹത്തെ നീ നിസ്സാരവൽക്കരിക്കരുത്. ഇന്നക മാസുലുൻ അമാമ മഹ്കമതിഹി, ഈ സമൂഹത്തിന്റെ കോർട്ടിന്റെ മുമ്പിൽ നീ ഇപ്പോൾ എന്താവാണ്, അവരുടെ മുമ്പിൽ നീ നിൽക്കുകയാണ്. വഹുവല്ലദീ സയുദീനുക്, ഈ സമൂഹം നിന്നെ ഇകഴ്ത്തുന്നത് നീ കണ്ടോ? വയഖുറുനി അലാ ഇഖാബിക്, നിന്നെ ശിക്ഷിക്കാൻ അവരെനിക്ക് അനുമതി തരുന്നത് നീ കണ്ടോ? ഇന്ദമായ ജർമുക ആരിയ, നീ ചെയ്ത തിന്മകളെ ജനങ്ങൾ നഗ്നമായി കാണുമ്പോൾ അവർ നിനക്കെതിരെയുള്ള ശിക്ഷ നടപ്പിലാക്കാൻ എന്നെ അനുവദിക്കുന്നത് നീ കണ്ടോ? വഖദ് ജറദ്തുക മിൻ സിർരി, നിന്റെ രഹസ്യങ്ങളെ ഞാൻ ഇവിടെ പൊളിച്ചെടുക്കുന്നത് നീ കണ്ടോ? അൽകാൻ ഇഫ്അൽ യാ ഉദീബ് വഅജ്ജിൽ, നീ ഇഷ്ടപ്പെട്ടത് നീ പ്രവർത്തിച്ചോ, പെട്ടെന്നാവട്ടെ. ഇന്നക ലം തസൽ അൽ ബതലുല്ലദീ യുഫ്തിനുൻ നാസ്, ജനങ്ങളെ ഇപ്പോഴും വഴികേടിലാക്കുന്ന ധീരൻ നീ തന്നെയാണ്. യക്ഷിഫുൽ അസ്റാറ വയുഹില്ലുൽ അഗ്ലാസ്, ലഹസുകളെ പൊളിക്കുന്ന, രഹസ്യങ്ങളെ പ്രകടമാക്കുന്ന, രഹസ്യങ്ങളെ പൊളിക്കുന്ന ഒരു യോദ്ധാവാണ് ഇപ്പോഴും ജനങ്ങൾക്ക് നീ. വലാകിന്ന ശഅബ് സൗഫ യഅലമു അന്നീ ലാ അഖ്ഫാ സിറ, പക്ഷേ ശേഷം ജനങ്ങൾക്കറിയാം അന്നീ ലാ അഖ്ഫാ സിറ, എനിക്കൊരു രഹസ്യവും എന്റെ അടുക്കൽ ഞാൻ മറച്ചു വെക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് ശേഷം അറിയാം. വലാ അഹ്മിലുൽ അഗ്സ, എന്റെ അടുക്കൽ ഒരു ഗോപ്യമായ കാര്യങ്ങളും ഇല്ല എന്ന് അവർക്കറിയാം. ഇന്നമാ അറദ്തു സാദിഖൻ, ഞാൻ സത്യമായും ഉദ്ദേശിച്ചത് അൻ അസ്തഈന ബിൽ ഇലാഹി, ദൈവത്തോട് സഹായം ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അലാ തർദി തഊനി മിൻ അർളിന, നമ്മുടെ ഈ ഭൂമികയിൽ നിന്ന് ഈ പ്ലാഗിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തോട് ഞാൻ സഹായം ചെയ്യുകയാണ് മാത്രമേ ചെയ്തത്. വലഖദ് ബലഗ്തുക ബിമാ ജാഅ ബിഹി അൽ വഹ്യ്, അങ്ങനെ ആ ദിവ്യ സന്ദേശം എനിക്ക് അറിയിച്ച കാര്യം ഞാൻ നിന്നിലേക്ക് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. വതിൽക കുല്ലു ജരീമതി ഇൻദക്, ഇതാണ് നിന്റെ അടുക്കൽ എന്റെ കുറ്റം എന്ന് പറയുന്നത്. ഔദിബ് കല്ല അയ്യുഹൽ കായിൻ, ഇതല്ല ഓ കാഹിനെ, ഇതല്ല നിന്റെ കുറ്റം. ജരീമത്തു കാൻത താരിഫുഹ, നീ ചെയ്ത കുറ്റം നിനക്കറിയാം. കമാ യഅരിഫു ക്രിയോൺ, ക്രിയോണിനും അറിയാം നിങ്ങൾ ചെയ്ത കുറ്റം എന്തെന്ന്. വമൻ യുലാഹിറുകുമാ ഫിൽ ഖഫായി, നിങ്ങൾ മറച്ചു വെച്ച ചില ആൾക്കാർക്കും അറിയാം നിങ്ങളുടെ കുറ്റങ്ങൾ എന്താന്ന്. വലഇൻ അതവല്ല അന അർളുഹാ മാമ ശഅബ്, പക്ഷെ ഞാനിതാ ജനങ്ങളുടെ മുമ്പിൽ അത് തെളിവ്. വലൻ അതവല്ല അൻ അന അർളുഹാ അമാമ ശഅബ്, ഈ സമൂഹത്തിന്റെ മുമ്പിൽ
നിങ്ങൾ ചെയ്ത കുറ്റം എന്തെന്ന് പറയാൻ ഞാൻ അത് ഏറ്റെടുക്കുന്നില്ല. വൽ അത്റുകു ലകുമാ ഹാദ ശറഫ്, നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയുക. ഹത്താ ലാ യുഖാല ഇന്നി അസഅതു നഖല, കാരണം നിങ്ങൾ ചെയ്ത തെറ്റ് ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അതായത് നിങ്ങൾ ചെയ്ത തെറ്റിനെ ഞാൻ പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് നക്കല് ചെയ്തും കണ്ടു, വേറൊരാളുടെ വർത്തമാനം ഞാൻ അവർക്ക് പറയുമ്പോൾ എന്താവും, ഞാൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആ വർത്തമാനത്തിൽ തെറ്റ് ചെയ്തു, അത് എന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മാറ്റിത്തിരുത്തലുകൾ വരുത്തി എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തന്നെ ഏറ്റു പറയുക. നിങ്ങൾ നിങ്ങളുടെ അടുക്കലുള്ള കുറ്റങ്ങൾ എന്താ വെച്ചാൽ അത് വിളിച്ചു പറയുക. നിങ്ങളുടെ കൂട്ടുകാരൻ ക്രിയോണിനെയും ഇതാ നിങ്ങളുടെ കൂട്ടുകാരൻ ക്രിയോണിനോടും പറയാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അൽമലിക്കത്ത് ജൊക്കാസ്ത തഖ്റുജു മിനൽ ഖസ്ർ, അപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്ന് ഈ പുറത്തേക്കാര് വരുന്നത്, ജൊക്കാസ്തയും വരുന്നത്. ജോക്ക മുൽത്തഫിത്തൻ, അപ്പോ ജോക്ക ജനങ്ങളെല്ലാവരും കൂടിയും ജോക്കാസ്തയിലേക്ക് നോക്കിയിട്ട് അൽമലിക്കത്ത് ജോക്കാസ്തയും വരുന്നു. ജോക്കാസ്ത അലി അൻ അഹ്ദുറ ഹാദിൽ മുഹാക്കമ, ഈ ജഡ്ജ്മെന്റിന്റെ ഇവിടെ ഈ കോടതിയുടെ മുൻപിൽ ഞാൻ വരുന്നൂടെ. ഇന്ന തുഹ്മത്തല്ലത്തി തുവജ്ജിഹുഹാ ബിനാ ഔദീബ് ഇലാ ഹാദൈനി റജുലൈനി ലഖതീറ. എന്നിട്ട് ഔദീബിനോട് പറഞ്ഞു, നിങ്ങൾ ഈ രണ്ട് മനുഷ്യന്മാർക്കെതിരെ പറയുന്ന ഈ ആരോപണമുണ്ടല്ലോ, ഈ തുഹ്മത്ത്, ഈ ആരോപണം, ഇവർക്കെതിരെ പറയുന്ന ഈ രണ്ട് പുരുഷന്മാർക്കെതിരെ പറയുന്ന ആരോപണം ലഖതീറ, അത് വലിയ അപകടം പിടിച്ച ആരോപണമാണ്. ക്രിയോൺ അതസദ്ദഖീന യാ ജോക്കാസ്ത അന്ന അഖാക ക്രിയോൺ യത്മഉ ഫി അർശിക അർശി സൗജിക്. ക്രിയോൺ ചോദിച്ചു, അതസദ്ദഖീന യാ ജോക്കാസ്ത നീ വിശ്വസിക്കുന്നുണ്ടോ? അന്ന അഖാക ക്രിയോൺ, നിങ്ങളുടെ സഹോദരൻ ക്രിയോൺ, യത്മഉ ഫി അർശി സൗജിക, നിങ്ങളുടെ ഭർത്താവിന്റെ അധികാരത്തിൽ സിംഹാസനത്തിൽ താല്പര്യമുണ്ടാവുന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ലസ്തു അനല്ലദീ യുഹാകിമു അഖാക യാ ജോക്കാസ്ത, ജോക്കാസ്ത നിന്റെ സഹോദരനെ ഞാനല്ല ഇവിടെ മുഹാക്കമ നടത്തുന്നത്. ബൽ ശഅബു വൽ മഹ്കമ, പക്ഷെ കോടതിയാണ് ഇവിടുത്തെ ഹുക്മ നടത്തുന്നത്, ഇവിടെ ജഡ്ജ്മെന്റ് നടത്തുന്നത് കോടതിയാണ്, ഞാനല്ല. ഇതാണ് അവിടുത്തെ ഒരു പ്രയോഗം. ഇന്നമാ അന റജുലുൻ, ഞാൻ വെറും ഒരു പുരുഷനാണ്. യതവല്ലാ തഹ്ഖീഖൽ ജരീമ, കുറ്റാരോപണം അതിനെ കുറിച്ചുള്ള അന്വേഷണം മാത്രമാണ് ഞാൻ നടത്തുന്നത്, ഇവിടെ വിധി പറയുന്നത് ജനങ്ങളാണ്. വസതറൈനൽ ആന ബിഐനി, നിനക്കിപ്പോൾ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാം. കമാ സയറന്നാസു, ജനങ്ങൾ കാണും പോലെ നിനക്കും കാണാം. മിൻ ഹവാലിക് ഹൗലക്, നിനക്ക് ചുറ്റുമുള്ള ജനങ്ങൾ കാണും പോലെ നിനക്കും കാണാം. മാ യസ്ഫറു അൻ തഹ്ഖീഖ്, ഈ അന്വേഷണം എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് നിനക്ക് കാണാം. ക്രിയോൺ ലഖദ് ഖളാ ഫി അംരിനാ ബിൽ മൗത്ത് അവിൻ നഫി, അപ്പൊ എന്താണ് വിധി എന്ന് പറഞ്ഞു. ലഖദ് ഖളാ ഔദീബ്, ഞങ്ങൾ വിധിച്ചിട്ടുള്ളത് ഫി അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ ബിൽ മൗത്ത്, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ അന്നഫി, അല്ലെങ്കിൽ ഈ നാട് കടക്കണം എന്നാണ് ഞങ്ങളോട് വിധിച്ചിട്ടുള്ളത് എന്ന് ക്രിയോൺ പറഞ്ഞു. ഔദീബ് അലൻ അർലാ ബി അഖഫി മിൻ ഹാദൽ ഇഖാബി അബദ, ഇതിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ബി അഖഫി മിൻ ഹാദമാണ് ഇതിനേക്കാൾ കുറഞ്ഞ ശിക്ഷ. ലിമൻ യതആമറു അലൽ അർശ്, ഈ രാജ്യത്തിന്റെ സിംഹാസനത്തിന്റെ മേൽ ഗൂഢാലോചന നടത്തിയവർക്ക് ഇതിനേക്കാൾ കുറഞ്ഞൊരു ശിക്ഷ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഹാദിഹി മുആമറത്തുൻ ലൗ തമുത്, ഇതൊരു നടന്നിരുന്നെങ്കിൽ ഇതൊരു വലിയ കുറ്റമായിരുന്നു, വലിയൊരു ഗൂഢാലോചനയായിരുന്നു. ലകാന മിൻ അവാഖിബിഹിമാ അന്നഫി ലി അന അവിൽ മൗത്ത്, ഒന്നുകിൽ ഈ രണ്ട് പേർക്കുമുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ നഫി അല്ലെങ്കിൽ മരണമാണ്. ജോക്കാസ്ത യജിബു അൻ യകൂന ദലീലു ദാമിഗൻ യാ ഔദീബ് ഖബ്ല അൻ തുൻഫിദ ഫീഹിമാ ഹാദൽ ഹുക്ം സാരിൻ, പക്ഷെ ഔദീബെ, അവരുടെ പേരിൽ ഇത്രയും വലിയ കുറ്റം, വലിയ ഒരു ഹുക്മ്, ഇത്രയും കഠിനമായ ഹുക്മ്, വിധി നടപ്പിലാക്കുന്നതിന് ഖബ്ല അൻ തുൻഫദ, നടപ്പിലാക്കുന്നതിന്റെ മുമ്പ് വ്യക്തമായ തെളിവ് കൊണ്ടുവരൽ നിർബന്ധമാണ് എന്ന് ജോക്കാസ്ത ആവശ്യപ്പെട്ടു. ഇതാ ഇവിടെ അന്വേഷണം വളരെ പരസ്യമായി തന്നെ നടക്കുകയാണ്. നിനക്കും ജനങ്ങൾക്കും മുമ്പിൽ ഇതാ ഈ അന്വേഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ അന്വേഷണത്തിലൂടെ ഞാൻ അതിന്റെ ഉള്ളറകളിലേക്ക് പോയി അതിന്റെ ആഴങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ ഇതാ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരും. ലഅഖ്റുജുലക്കും ഫീ നിഹായത്തിൽ അംരി, ഈ അന്വേഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു കൊണ്ടുവരും. അൽ ഹഖീഖത നാസിയതൻ ലാ യശൂബുഹാ ഇബ്ഹാമുൻ,
ഒരു ഊഹങ്ങളുമില്ലാത്ത വളരെ തെളിഞ്ഞ യാഥാർത്ഥ്യമായി ആ അന്വേഷണത്തെ ഞാൻ നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരും എന്ന് ഔദീബ്. ജോക്കാത്ത് അങ്ങനെയെങ്കിൽ ഔദീബ്, നിങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങളുടെ പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. വസ്തുക്കളുടെ രഹസ്യങ്ങളെ നീക്കുന്നതിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുക, ആ രഹസ്യത്തെ പ്രകടമാക്കുക. ഔദീബ് പക്ഷെ ഇവിടെ ഇത് നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, തെർസിയാസും കൂടെ ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ തെർസിയാസിന്റെ മുമ്പിലും കൂടെ വെളിപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാനാരിഫ് മനസ്സിലത്തുഫീക്കും, തെർസിയാസിന് നിങ്ങളുടെ മുമ്പിൽ എമ്മാരി സാധനമുണ്ട്, നിങ്ങളുടെ ഇടയിൽ തെർസിയാസിനുള്ള സ്ഥാനം എനിക്കറിയാം. പല കഥബി തലബി, അതുകൊണ്ട് ഹുക്മ് പറയുന്നതിന്റെ മുമ്പ്, ഈ കാര്യം വ്യക്തമാക്കുന്നതിന്റെ മുമ്പ് ഞാൻ തെർസിയാസിനും കൂടെ വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കബല ഖുറൂജിലേക്കും, ഞാൻ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് തൊലബത്തു തെർസിയാസിനോട് ഞാൻ ഇവിടെ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോക്ക അതെന്തായാലും നന്നായി, തെർസിയാസും ഇവിടെ ഉണ്ടാവണം. ഇന്ന വുജൂദ ഹാദ ശൈഖൽ മുഖദ്ദസ്, ഈ പരിശുദ്ധനായ ആ വ്യക്തി ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല. അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ശാന്തതയും സമാധാനവും തരുന്നതാണ്, തെർസിയാസും കൂടെ ഇവിടെ ഉണ്ടാവുക എന്നത്. ജോക്കാസ്ത മാമിൻ അഹദിൻ മിസ്ലി യുരീദു അൻ യദ്ഖുല ഖൽബുഹു വലിത്മിനാൻ, ശാന്തത കടക്കാൻ, ഒരു ഹൃദയത്തിലേക്ക് കടക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നേക്കാൾ മാമിൻ അഹദിൻ മിസ്ലി, എന്നേക്കാൾ വേറൊരാളും ഉണ്ടാവുകയില്ല. യുരീദു അൻ യദ്ഖുല ഖൽബുഹു വലിത്മിനാൻ, മനസ്സിന് ശാന്തത വരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ഏറ്റവും കൂടുതലുള്ള ആള് ഞാനായിരിക്കും. ക്രിയോണിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞാൻ അവന്റെ കൂടെ ജീവിച്ചിട്ടുള്ള എന്റെ കൂടെ ജീവിച്ചിട്ടുള്ള സഹോദരനാണ് അവൻ. അവന്റെ ശരിയായ പ്രകൃതം, അവന്റെ ശരിയായ സ്വഭാവം, അവന്റെ തെളിമയാർന്ന അവന്റെ ഹൃദയവും, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നത് അതെന്റെ മനസ്സിൽ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കുന്നു. കാരണം അവന്റെ സ്വഭാവവും അവന്റെ പ്രകൃതവും എനിക്കറിയാം. അതുകൊണ്ട് അതുകൊണ്ട് ക്രിയോൺ ഈ അർഷിനെതിരെ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് എനിക്കൊരിക്കലും അറിയുകയില്ല. എനിക്കറിയാവുന്നത്, എന്നിലേക്ക് അറിയാവുന്നത് മുഴുവൻ, അതായത് അറിയാവുന്ന കാര്യം, അവൻ ഈ കുറ്റത്തിൽ നിന്ന് മുക്തനാണ്, അവൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ എനിക്കറിയില്ല കൈഫ ഉഖദ്ദിമു അലാ ദാലിക്, ആ തെളിവ് ഞാൻ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്നാണ് ക്രിയോണിനെ കുറിച്ച് ജോക്കാസ്ത പറഞ്ഞത്. അത് നിനക്കിപ്പോൾ മനസ്സിലാക്കണം. ലാ മിൻ ഫമി, അത് എന്റെ വായിൽ നിന്നല്ല, വലാകിൻ മിൻ ഫമിഹി ഹുവ, അവന്റെ വായിൽ നിന്ന് തന്നെ നിനക്ക് എന്ത് ചെയ്യാം, അവൻ കുറ്റക്കാരനാണോ അല്ല എന്ന് ക്രിയോന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാം എന്ന് ഔദീബ് ജോക്കാസ്തിനോട് പറഞ്ഞു. ആ ഇടക്കാണ് തെർസിയാസ് വരുന്ന യക്കൂദു ഉലാമു, അവനെ കണ്ണു കാണാത്തോണ്ട് അവനെ ഒരു അടിമച്ചക്കനെ അവനെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതാ ഇവിടെ തെർസിയാസും വന്നല്ലോ. ഔദീബ് അബ്ശഹു ലഹു തരീഖൻ, അവനിക്ക് നിങ്ങൾ വഴി വ്യക്തമാക്കി കൊടുക്കൂ, അവനിക്ക് വഴി കൊടുക്കൂ. തെർസിയാസ് എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഔദീബ്, നീ എന്നോട് ഒരു കാര്യവും അന്വേഷിക്കരുത്. കലാമൻ, എന്നോട് നീ സംസാരിക്കാൻ ആവശ്യപ്പെടരുത്, അത് നീ സൂക്ഷിക്കണമെന്ന് തെർസിയാസ് ഔദീബിനോട് പറഞ്ഞു. ഔദീബ് ഇല്ല, ഞാനൊരിക്കലും അത് ചെയ്യുകയില്ല. ഈ മുഹാക്കമയിൽ, ഈ ജഡ്ജ്മെന്റിൽ നീ ജസ്റ്റ് സാക്ഷിയാവണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത്തരം വലിയ സംഭവങ്ങളിൽ നീ ഒരിക്കലും മറക്കാൻ പാടില്ല, നിന്നെ പോലുള്ള ഒരാൾ അത് മറക്കാൻ പാടില്ല എന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ വരുത്തിയത്. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ നീ നന്നായി കേൾക്കുക.
മിൻ മർമ. ഇവിടെ ഈ ജനങ്ങൾ ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങളുടെ ലക്ഷ്യങ്ങള്, അത് ഒളിഞ്ഞു കിടക്കുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് നീ മനസ്സിലാക്കുക. മിൻ മർമ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങള്. ഫഫം, നീ മനസ്സിലാക്കുക. മാ തന്തവി അലൈഹി ഹാദിൽ അഖ്വാൽ, ഈ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെ മനസ്സിലാക്കുക. മിൻ മർമ, ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ വാക്കുകളുടെ ഉദ്ദേശങ്ങളെ നീ മനസ്സിലാക്കുക. തെർസ്യാസ് ഇന്നി മുസ്ഗിൻ യാ ഔദീബ്, ഞാൻ തീർച്ചയായും കേൾക്കുന്നവനാണ് ഔദീബെ എന്ന് പറഞ്ഞു. ഔദീബ് ഫൽ ആന ഇലൈക്കും അയ്യുഹന്നാസ് കൈഫ തആമറ ഹാദാനി റജുലാനി, ഇതാ ഈ രണ്ട് പുരുഷന്മാര് എങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് ഞാനിതാ ഇപ്പോൾ പറയാം. ലഖദ് വഅദ്തു അൻ അത്റുക്കൽ മുത്തഹമീന യബ്സുതാനി അൽ അംർ, അവർ രണ്ടുപേരും തന്നെ, ഞാൻ പറഞ്ഞല്ലോ, അവർ രണ്ടുപേരും തന്നെ അവരുടെ കാര്യത്തെ അവരെന്താട്ടെ യബ്സുതാനിൽ അംറ, അവരുടെ കാര്യത്തെ വെളിപ്പെടുത്തട്ടെ. ലഖദ് വഅദ്തു, ഞാൻ കരാർ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് ശപഥം ചെയ്തിട്ടുണ്ട്. അൻ അത്റുക്കൽ മുത്തഹമൈനി, ഈ രണ്ട് മുത്തഹമീങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നു. യബ്സുതാനിൽ അംറ, അവരുടെ കാര്യം വെളിപ്പെടുത്തട്ടെ. തവഖൈനാലിൽ അദ്ലി, നമ്മൾ നീതിക്ക് വേണ്ടി അവരെ ഒഴിവാക്കി കൊടുക്കുന്നു. വലൻ അഹ്നുസ ബിൽ വഅദി, ആ കരാർ ഒരിക്കലും ഞാൻ തെറ്റിക്കുകയില്ല. ഹലുമ്മ യാ കബീറൽ കഹാൻ തകല്ലമൻ തവ്വലൻ, അതുകൊണ്ട് ഇവിടെ വാ കബീറുൽ കഹാൻ, വലിയ ജ്യോത്സ്യ, നീ വരൂ, എന്നിട്ട് തകല്ലമൻ തവ്വലൻ, ആദ്യം നീ തന്നെ സംസാരിക്കൂ. അൽ കാഹിൻ മാദാ അഖൂലു, ഞാൻ എന്ത് സംസാരിക്കാനാണ്. ലഖദ് ഖദഫ്ത ബിനാ യാ ഔദി ഫി ഹാദൽ മൗഖിഫ് അൽ മുഖജ്ജൽ, ഈ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവിട്ടത് നീയല്ലേ. വാൽഹഖ്ത ബിനാ വസമതതുഹുമ, നീയാണ് ഞങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്, ഞങ്ങളെയും കൊണ്ട് ആരോപണങ്ങളെ പറ്റിച്ചത്, അതായത് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച നീയല്ലേ. വഅറദത്നാ ലിഅൻലാരി ശാബി ഫൗനത്തൻ ആസിമീന, ജനങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വഞ്ചകരും കുറ്റകരുമാക്കി മാറ്റിയത് നീയല്ലേ. ഖബ്ല അൻ നഅരിഫ മാ ഹുവ ദംബന, ഞങ്ങളുടെ തെറ്റെന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ കുറ്റക്കാരാക്കി മാറ്റിയത് നീയല്ലേ. ലൈസ ഇൻദി കലാമുൻ ഗൈറ മാ തഅരിഫു വയഅരിഫുൻ നാസ്, ജനങ്ങൾ അറിയുന്ന നീയും അറിയുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും എൻ്റെ അടുക്കൽ പറയാനില്ല. ലഖദ് ഇർതഫഅതു ശഫഖ്വാകും യാ അഹ്ല ത്വയ്ബ, എന്നിട്ട് ത്വയ്ബക്കാരോട് പറയാണ്, ത്വയ്ബയിലെ ജനങ്ങളെ, നിങ്ങളുടെ ആവലാതി ഞാൻ ഉയർത്തി. മിൻ ദാലിക തഅഊൻ അല്ലദി ഫതക ബിക്കും, നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള ഈ താഊന്, ഈ വിപത്തിനെ കുറിച്ചുള്ള പരാതി ഞാൻ നിങ്ങളിൽ നിന്ന് എന്താക്കി മലിക്കിന് പറഞ്ഞു കൊടുത്തു. ഫലം നറഹീലത്തൻ ലിദഫ്ഇഹി അന്ന, ആ ദഫ്ഇഹി അന്ന, ഈ താഊന് നമ്മളിൽ നിന്ന് പോകാൻ വേറൊരു മാർഗവും ഞാൻ കണ്ടില്ല. ഇല്ല അന്ന തുലുബ വഹിയ സമാ, ഈ ദിവ്യ സന്ദേശം ആവശ്യപ്പെടുക എന്നല്ലാതെ വേറൊരു വഴിയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടു, ഞാൻ കണ്ടു, ദൽഫിലേക്ക് പോകണം. റജുലും മിൻ ബൈത്തിൽ മലിക്കി, ഈ രാജാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു പുരുഷൻ തന്നെ ദൽഫ് മഅബദിലേക്ക് പോകണം. മഷ്ഹൂദുൽ ലഹു ബിൽ ഹസ്മി ഫിർ റഅയി, കാരണം ഈ യാഥാർത്ഥ്യങ്ങളെ, ഈ കാര്യം തെളിഞ്ഞ, അതായത് വ്യക്തമായ കാര്യം അവനക്ക് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി, വസ്സലാബത്തി ഫിൽ ഹഖി, സത്യത്തിന്റെ ഉറച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടി, വൽ ഇസ്തിഖാമത്തി ഫിൽ മസ്ഹൂദുൽ ലഹു ബിൽ അസ്മി ഫിർ റഅയി, മഷ്ഹൂദുൽ ലഹു, അങ്ങനെയുള്ള പുരുഷനായിരിക്കണം. മഷ്ഹൂദുൽ ലഹു, അവനക്ക് കാണപ്പെട്ടിട്ടുണ്ട്, ബിൽ ഹസ്മി ഫിർ റഅയി, ഉറച്ച തീരുമാനങ്ങളുള്ള ഒരു പുരുഷൻ. വസ്സലാബത്തി ഫിൽ ഹഖി, സത്യത്തിൽ ഉറച്ചിരിക്കുന്ന, വൽ ഇസ്തിഖാമത്തി ഫിൽ മസ്ലക്കി, തന്റെ സ്വഭാവങ്ങളിലൊക്കെ ചൊവ്വായ സ്വഭാവമുള്ള, അതായത് ശരിയായ സ്വഭാവമുള്ള, അപ്പൊ നല്ല സ്വഭാവമുള്ള, തന്റെ ഇടമുള്ള, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു പുരുഷൻ തന്നെ ഈ ബൈത്തുൽ മലിക്കിൽ നിന്ന് ദൽഫിലേക്ക് പോകണം, ദൽഫ് സത്രത്തിലേക്ക് പോകണം എന്നാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്. വകാന ഹാദർ റജുലു ക്രിയോൺ, അങ്ങനെ പോയത്, ആ ദൽഫിലേക്ക് പോയത് റജുലു ക്രിയോൺ, ആ ക്രിയോൺ ആയിരുന്നു അവിടേക്ക് പോയി. കമാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയും പോലെ. ഫഹൽ തറൂന ഫീ ഹാദൽ അമലി ബഅസൻ, ഇതിലെന്തെങ്കിലും തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് നിങ്ങളെ പിടിപെട്ട ഈ രോഗത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി എന്ന് ദൈവത്തോട് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ക്രിയോണിനെ പറഞ്ഞയച്ചു, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഔ അലൈഹി ഉബാറ, അതിലെന്തെങ്കിലും ഗോപ്യതയുണ്ടോ? കല്ല, അതിലൊരു കുഴപ്പമില്ല. അൽ കാഹിൻ വലഖദ് ദഹബ ക്രിയോൺ ഇലാ മഅബദി ദൽഫ്, അങ്ങനെ ക്രിയോൺ മഅബദി ദൽഫിലേക്ക് പോയി. സുമ്മ ആദ യഹ്മിലു മാ ഔഹാ ബിഹിൽ ഇലാഹു, അങ്ങനെ ദൈവം അവനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായിട്ട് അവൻ വന്നു. മിൻ ഖൗലി
ഇലാഹി മിൻ ഖൗലിൻ ഫി ഹാദ തഅവുനി വ ഇല്ലതി. ഈ രോഗത്തിന്റെ കാരണവും ഈ രോഗത്തെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ഇലാഹ് അവനിക്ക് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായിട്ട് അവൻ വന്നു. ഫലം അശ അൻ യഫ്ലിയ ബിമാ ജാഅ ബിഹി. അവൻ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല ഇലൽ മലിക് അല ഇൻഫിറാദിൻ. അത് ആ കൊണ്ടുവന്ന കാര്യങ്ങൾ രാജാവിനോട് സ്വകാര്യമായി, രാജാവിനോട് അവൻ തനിച്ചിരിക്കെ സ്വകാര്യമായി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹിർസൻ മിന്ന അല അബിസിൽ അംരി ഫി അലിയക്കി ഹുദൂദിഹി. കാരണം ഈ പ്രശ്നം അതിന്റെ വളരെ കുടുസായ ഒരവസ്ഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന്, അതായത് പൊതുജനങ്ങളൊന്നും അറിയാതെ ആ പ്രശ്നം എന്താണെന്ന് മലിക്ക് സ്വന്തമായി അറിയാൻ വേണ്ടിയിട്ട് ആ താല്പര്യത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വറഗ്ബതൻ മിന്ന ഫി തജന്നുബി ഇസാറത്തിക്കും. ആ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഇസാറത്ത്, നിങ്ങൾ ഇളകി മറിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കോപം ഇളക്കി വിടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവൻ മാത്രം അറിയണമെന്നൊരു താല്പര്യത്തിലുമാണ് ഞാൻ രാജാവിനോട് ആ വിഷയം പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഈ എന്താണ് പറയുന്നത് എന്നത് നമുക്ക് അടുത്തതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്.